to Vivel Kailoru Kodi. Are you ready? Powered by Josco Jewelers. ഉയരങ്ങൾ കീഴടക്കുന്നവർക്ക് ഒരു ഉറച്ച അടിസ്ഥാനം വേണം. നിങ്ങൾക്ക് ആ ഉറച്ച അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നൽകുവാനായി ഞങ്ങൾ നിങ്ങൾക്ക് 1 കോടി രൂപ തരുവാണ്. ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജസ്റ്റിനും സിനിയും നന്നായി മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 76 ലക്ഷമാണ് അവർ നഷ്ടപ്പെട്ടത്. നെവർദലെസ് 24 ലക്ഷവുമായി അവരിപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്ലാൻ? ഇതും കൊണ്ടുപോകാനായിരിക്കും അല്ലേ? ആലോചിച്ച് തീരുമാനിക്കൂ. പ്ലേ കെയർഫുള്ളി. സമയം ആരംഭിച്ചിരിക്കുന്നു. സിനിയുടെ ബുദ്ധിയിൽ എത്രമാത്രം ജസ്റ്റിൻ അഭിമാനിക്കുന്നുണ്ട് എന്ന് പറയും. അടുത്ത 6ാമത്തെ ചോദ്യം ഫേസ് ചെയ്യാൻ അവർ റെഡി ആയിരിക്കുകയാണ്. ലെറ്റ് us welcome once again Sini and Justin from Wayanad. Welcome back. Welcome back. How are you both? പറയൂ. Fine. സുഖായിരിക്കുന്നു. 24 ലക്ഷം ഇവിടെ വെച്ചോണ്ടല്ലേ പോയത്? സമാധാനം ഉണ്ടായിരുന്നോ? അതിൽ കുഴപ്പമില്ലായിരുന്നു. 76 പോയതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ 6th ക്വസ്റ്റ്യനിലേക്ക് 24 lakhs ആയിട്ട് എത്തുന്ന ആദ്യത്തെ കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതിന്റെ എക്സൈറ്റ്മെന്റ് എന്തായാലും ഞങ്ങളെക്കാളും മക്കൾ എക്സൈറ്റഡ് ആയിരുന്നു. എന്ത് പറഞ്ഞു? തിരിച്ചു പോയ ഉടനെ കോൾ ചെയ്തപ്പോ എത്ര ക്വസ്റ്റ്യൻ വരെ എത്തി, എത്ര എമൗണ്ട് സേവ് ചെയ്തു എന്നാണ് ചോദിച്ചത് ആദ്യം തന്നെ. I think Sini, you're looking very nice. Pink saree എടുത്തിട്ട് you're looking nice. ടീച്ചർ അല്ലേ സാരി ആക്കി കളയാന്ന് വിചാരിച്ചു. ഓക്കെ, ഈ മത്സരത്തിലേക്ക് വീണ്ടും കടക്കുന്നതിന് മുന്നേ ആസ് എ ടീച്ചർ എന്താണ് നിങ്ങൾക്ക് ആദ്യമേ ഇന്നത്തെ ഒരു നല്ലൊരു എപ്പിസോഡിൽ പറയാനുള്ളത്? ടീച്ചിങ് ഒരു വളരെ നോബിൾ പ്രൊഫഷനായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റ് പേഴ്സൺ ആകാൻ കഴിയുന്ന ആള് അമ്മയാണ്. പക്ഷേ ഒരു ടീച്ചർ വിചാരിച്ചാൽ അമ്മയ്ക്കും മീതെ കടന്നു പോകാൻ സാധിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം ഞങ്ങളുടെ വയനാട്ടിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ നന്നായാൽ ആ കുടുംബം നന്നായി, കുടുംബം നന്നായാൽ നാട്, നാട് നന്നായാൽ ലോകം. അതേ റോള് പ്ലേ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് നൈസ് മെസ്സേജ്. എന്തായാലും ഒരു ടീച്ചർ മാത്രമല്ല, ഒരു അമ്മയുമായ സിനി വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്ക് തന്നത്. ആൻഡ് നോളജ് ആണ് എല്ലാം, അല്ലേ? അറിവാണ് എല്ലാം. ദാറ്റ് ഇസ് വാട്ട് വി ട്രൈ ടു ഗിവ് ടു അവർ ചിൽഡ്രൻ ഓൾസോ. ആർ യു റെഡി ടു പ്ലേ? Yes. All right. Let us play Vivel Kailoru Kodi. Are you ready? ഇന്നലെ യു റിമെമ്പർ നമ്മൾ എവിടെയാണ് ലാസ്റ്റ് ലീവ് ചെയ്തത്? നമുക്ക് ഗെയിം പൊസിഷൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം എല്ലാവരെയും. 5 ചോദ്യങ്ങൾ ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു. 2 ചോദ്യങ്ങൾ മാത്രം റിമൈനിങ്. 6ാമത്തെ ചോദ്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആൻഡ് 24 lakhs ഇപ്പോഴും കയ്യിലുണ്ട്. 6ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ്: ക്ഷേത്രങ്ങൾ, വ്യക്തികൾ. തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ പോരാ അല്ലേ? വ്യക്തികൾ പറയാം. വ്യക്തികൾ. സെലക്ടഡ് കാറ്റഗറി വ്യക്തികൾ. ആൻസർ ഓപ്ഷൻസ്: കൈകേയി, അദിതി, ദ്രൗപദി. ചോദ്യം നോക്കാം. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനായി പായോവ്രതം നടത്തിയ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഇതാണ്: കൈകേയി, അദിതി, ദ്രൗപദി. ആലോചിച്ച് തീരുമാനിക്കുക. സമയം ആരംഭിച്ചിരിക്കുന്നു. അതിഥി ഒരു ചാൻസ് ഉണ്ട്. പിന്നെ 50 seconds remaining. ആലോചിച്ച് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. 40 seconds remaining. ദ്രൗപദി ഓർ കൈകേയി? ഏതായാലും പകുതി അതിൽ വെച്ചോ, അതിഥി വെച്ചോ. ദ്രൗപദി വെക്കാം. 30 seconds remaining. ഒന്നുകൂടെ നോക്കൂ. 15 seconds. 10, 9,
ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. അതിഥിയിൽ 12 ലക്ഷം, ദ്രൗപദിയിൽ 12 ലക്ഷം. വീണ്ടും ക്വിക്ക് ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാനുള്ള ലാസ്റ്റ് അവസരമാണിത്. വേണമോ വേണ്ടയോ? വേണ്ട. ഓൾ റൈറ്റ്, സ്റ്റെപ്പ് അപ്പ് പ്ലീസ്. അതിഥിയിൽ 12 ലക്ഷം, ദ്രൗപദിയിൽ 12 ലക്ഷം. At a very crucial point, keep your fingers crossed. Top or drop? ഒന്നെങ്കിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ 12 ലക്ഷം. കൈകയിൽ ഒന്നുമില്ല, അതിഥിയിൽ 12 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? Thank God. തീർച്ചയായിട്ടും ഇതിലാണ് നമ്മൾ താങ്ക് ഗോഡ് പറയുന്നത്. ശരിയായ ഉത്തരം അതിഥിയാണ്. അതുകൊണ്ട് 12 ലക്ഷവുമായി നമ്മൾ 7th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് നിങ്ങളാണ് അഗൈൻ 12 ലക്ഷവുമായി 7ാമത്തെ ചോദ്യത്തിൽ എത്തുന്ന ആദ്യത്തെ കണ്ടസ്റ്റൻസ് നിങ്ങളാണ്. അതൊക്കെ പറയുന്നതിന് മുന്നേ നമ്മുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി വെസ്റ്റ് ഇൻഡീസ് ആൻഡ് ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ക്വസ്റ്റ്യൻ ഇനി സമയമായിട്ടില്ല. I'll be back with you. 7ാമത്തെ ചോദ്യം പോകുന്നതിന് മുന്നേ നമ്മുടെ ഗെയിം പൊസിഷൻ ഇതാണ്. 6 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ 7ാമത്തെ ചോദ്യമാണ് അടുത്തത്. 12 ലക്ഷം ഇപ്പോഴും കയ്യിലുണ്ട്. സങ്കടമുണ്ടോ 12 ലക്ഷം 6ാമത്തെ ചോദ്യത്തിൽ നഷ്ടപ്പെട്ടതിൽ? ഉണ്ട്. നല്ല എമൗണ്ട് ആയിരുന്നു അല്ലേ അത്? It was a good amount. I really liked it. Okay. 12 ലക്ഷം still a big amount of money. 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപേ ഒരു ആൻസർ ഓപ്ഷൻ കൂടെ കട്ട്. 2 ആൻസർ ഓപ്ഷൻസ് ആണ് നമ്മൾ തരുന്നത്. റെഡിയാണോ? റെഡിയാണ്. 7ാമത്തെ ചോദ്യത്തിലും അതേ റൂൾ വാലിഡ് ആണ്. ഒരു ഓപ്ഷനിലേ നമ്മൾ കാശ് വെക്കാൻ പാടുള്ളൂ. Alright, so it gives you a chance of പറയാൻ പറ്റില്ല. കറക്റ്റ് ഉത്തരത്തിലാണെങ്കിൽ എന്തായാലും ഇതേപോലെ വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് നമുക്ക് നോക്കാം. അക്കങ്ങൾ, ലോകകപ്പുകൾ. അക്കങ്ങൾ സെലക്ടഡ് കാറ്റഗറീസ് അക്കങ്ങൾ. ആൻസർ ഓപ്ഷൻസ് ഇതാണ്. 11, 13. ചോദ്യം ഇതാണ്. ബേക്കേഴ്സ് ഡസൻ എത്ര എണ്ണം ഉൾക്കൊള്ളുന്നതാണ്? ആൻസർ ഓപ്ഷൻ ഇതാണ്. 11, 13. ആലോചിച്ച് തീരുമാനിക്കുക. സമയം ആരംഭിച്ചിരിക്കുന്നു. ഓപ്ഷൻ 50 seconds left. എന്ത് ചെയ്യും? 40 seconds remaining. Careful ആയിട്ട് ആലോചിക്കൂ. സമയം പോകുന്നതിന് മുന്നേ വെക്കണം. വെച്ചില്ലെങ്കിൽ എല്ലാ അമൗണ്ടും പോകുന്നതായിരിക്കും. ബേക്കേഴ്സ് ഡസൻ എത്ര എണ്ണം ഉൾക്കൊള്ളുന്നതാണ്?
2 ആൻസർ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്, 11 and 13. 11 ആൻസർ ഓപ്ഷനിലാണ് 12 lakhs വെച്ചിട്ടുള്ളത്. 13 എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് എന്നുള്ള എക്സ്ട്രാ 30 സെക്കൻഡ്സും ഇല്ല. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. തെറ്റായ ഉത്തരമാണെങ്കിൽ യു വിൽ ബി ഗോയിങ് ഹോം വിത്ത് നത്തിങ്. 11 എന്ന ആൻസർ ഓപ്ഷൻ ശരിയാണെങ്കിൽ 12 ലക്ഷം കിട്ടുന്നതായിരിക്കും. 13 ശരിയാണെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലാതെ മടങ്ങില്ല. സൂര്യ TV നമുക്കൊരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ട്. പ്ലീസ് കം ഫോർവേഡ്. ഈ 1 lakh amount ഞാൻ നിങ്ങൾക്കായി ഇനി അഥവാ നിങ്ങളുടെ ബാഡ് ഡേ ആണെങ്കിൽ ഞാൻ ഇത് ഇവിടെ വെക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് യുവർ ഗുഡ് ഡേ. പക്ഷേ എനിക്കറിയാം 12 ലക്ഷവും ആ 1 ലക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത്. ഇതിലേതായിരിക്കും ശരി, ഏതായിരിക്കും തെറ്റ്, നമുക്ക് നോക്കാം. For Sini and Justin, fingers crossed, top or drop? അത് തന്നെയായിരുന്നു. ശരിയായ ഉത്തരം 13 ആണ്. 13 എന്ന് പറയുന്ന ഒരു നമ്പർ എങ്ങനെയാണ് ബേക്കേഴ്സ് ഡസൻ എന്ന് അറിയപ്പെട്ടത്? ദിസ് ഇസ് ദി ബേസിക് ഇൻഫർമേഷൻ ആണ്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ കാലം തൊട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു വേർഡാണ് ഈ ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ് ഇസ് ഡബിൾ കോട്ടഡ് ബിക്കോസ് മിഡീവൽ ഇംഗ്ലീഷ് ഓർ ഇംഗ്ലണ്ടിൽ പണ്ട് യൂറോപ്യൻ കാലത്ത് ബേക്കറി തുടങ്ങിയ സമയത്ത് കോയിൻ ചെയ്തൊരു വേർഡാണ് ഈ ബേക്കേഴ്സ് ഡസൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ബേക്കർ ഓൾവേസ് ഗിവ്സ് 1 to taste and 12 as a dozen. ഒരു ഡസൻ 12 ആണെന്ന് അറിയാലോ. അപ്പോൾ ബേക്കർ ഓൾവേസ് ഗിവ്സ് 1 extra which is to taste. എത്ര സിമ്പിൾ ആയി ആൻസർ. And also to be avoided being penalized. അങ്ങനെയാണ് ബേക്കേഴ്സ് ഡസൻ എന്നുള്ള വേർഡ്. ഓ ഡാം, 12 ലക്ഷമാണ് ഒരു ബേക്കർ കൊണ്ടുപോയതല്ലേ. തീർച്ചയായിട്ടും ഇനി ജീവിതകാലം മുഴുവൻ ബ്രെഡ് തൊടില്ല. എന്തായാലും വളരെ ഗംഭീരമായിട്ടാണ് നിങ്ങൾ, എനിക്ക് തോന്നുന്നു 3ാമത്തെ ചോദ്യം മുതൽ 7ാമത്തെ ചോദ്യം വരെ വളരെ നന്നായിട്ടാണ് കളിച്ചത്. ഐ റിയലി ലൈക്ക് ദ വേ യു പ്ലേ. ബട്ട് ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻഡ്. ഈ 1 ലക്ഷം രൂപ നിങ്ങളുടേതാണ്. സൂര്യ TV ആണ് നിങ്ങൾക്ക് വേണ്ടി ഈ award നൽകുന്നത്. Alright? And Vivalda Vaga gift hampers ഉണ്ട് which you can give to your children. Please come. I'll give first to the man and then to the lady. ഇത് കൂടാതെ നമുക്ക് 2 vouchers ഉണ്ട്. ജോസ്കോ ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു ഗോൾഡ് വൗച്ചർ and Francis Alucas നൽകുന്ന diamond voucher. Both to the ladies. Okay? ഇത് രണ്ടും നിങ്ങളുടെ യങ്ങർ ലേഡീസിന് വേണ്ടിയിട്ടാണ്. പ്ലീസ് ടേക്ക് ഇറ്റ് ഹോം ആൻഡ് മേക്ക് ദം ഹാപ്പി. ടെൽ ദം സോറി. എനിക്ക് ഒരു കാര്യം ചോദിക്കണം, ഈ 2 ദിവസം ഈ വേദിയിൽ നിന്ന് മത്സരിച്ചിട്ട് എന്ത് തോന്നി? വളരെ ടെൻഷനുള്ള ഒരു ഗെയിമായിട്ട് തോന്നി. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് എന്താണ് പറയാനുള്ളത്? നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇത് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആയിട്ട് ഇതിനകത്ത് പോകാമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മൾ 2 ദിവസം ഇവിടെ നിന്ന് 3 പേരും ഒരുമിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടിയിരുന്നു. ഐ വാണ്ടഡ് യു ടു ഗോ വിത്ത് ദാറ്റ് 12 lakhs ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല. സോ അടുത്ത കണ്ടസ്റ്റൻസിനെ നമുക്ക് വെൽക്കം ചെയ്യുന്നതിന് മുന്നേ ലെറ്റ് us go for a short break on Vivel Kail Oru Kodi. Are you ready? Welcome back to Vivel Kail Oru Kodi. Are you ready? Powered by Josco Jewellers. എന്ത് രസമായിരുന്നു സിനിയും ജസ്റ്റിനായിട്ട് മത്സരിക്കാൻ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. വീണ്ടും
എൻ്റെ മുന്നിൽ 1 കോടി രൂപ ഈ ടേബിൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ 1 കോടി രൂപ വെച്ച് മത്സരിക്കാൻ നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് റെഡി ആയിരിക്കുകയാണ്. They are Sunita and Sunil from Palakkad. Let's welcome them. ബ്രദർ ആൻഡ് സിസ്റ്റർ. അതെ. മുഖം കണ്ടാൽ തന്നെ അറിയാം ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന്. എന്റെ പേര് സുനിത. ഞാൻ പാലക്കാട് നിന്ന് ഒലോക്കോട് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഒലോക്കോട്. ഞാൻ പെരുങ്ങോട്ടുകര നമ്പൂതിരി യോഗക്ഷേമ സഭ ഫിനാൻസ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യാണ് ക്ലർക്കായിട്ട്. ഇതെന്റെ ബ്രദറാണ്. ഞാൻ CMS കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതിൽ ATM ക്യാഷ് ലോഡിങ്ങിന്റെ ആ വർക്കായിട്ട്. ATM ക്യാഷ് ലോഡിംഗ് അത് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണല്ലോ. നിങ്ങളുടെ മോഹം എന്താണ്? 1 കോടി രൂപ വെച്ച് എന്തെങ്കിലും ഒരു ഡ്രീം നിങ്ങൾക്ക് നേടാനുണ്ടോ? എന്തെങ്കിലും ഒരു എയിം? ഒരു ചെറിയൊരു നഴ്സറി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതിലൊരു 19 ലക്ഷം ഒക്കെ കിട്ടുകയാണെങ്കിൽ മാമതേമാരി ഗ്ലാമറായ ഒരു പെൺകുട്ടിയൊക്കെ ആലോചിക്കാലോ, വീട്ടിൽ പറയാലോ. ഡെഫിനറ്റ്ലി. എന്തായാലും ആ നഴ്സറിക്ക് ഞാനൊരു ചെറിയ അഡ്വാൻസ് തരാണ് നിങ്ങൾക്ക്. ഈ 1 കോടി രൂപ നിങ്ങളുടേതാണ്. ഓക്കെ. Our prize money is sponsored by Datri. 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി 7 ചോദ്യം. 7 ചോദ്യങ്ങളുടെ ദൂരം മാത്രമേ ഉള്ളൂ നിങ്ങളും ഈ 1 കോടിയും തമ്മിൽ. വലിയ എമൗണ്ട് ആണ്, അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് കളിക്കണം. ഓൾറൈറ്റ്, നമുക്ക് ഗെയിമിന്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പൊ നോക്കാം. മത്സരം ആരംഭിക്കാൻ പോകുന്നു. ആദ്യത്തെ ചോദ്യം 1 കോടി കയ്യിൽ ഇപ്പോഴുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ആർ കേരളം, നഗരം. കേരളം, നഗരം. നഗരത്തിനേക്കാളും നല്ല കേരളമാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ്: കോവളം, പൂവാർ, അരൂക്കര, കൊല്ലം. ചോദ്യം ഇതാണ്: ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിലെ ഏറ്റവും തെക്കുള്ള സ്ഥലം. ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു: കോവളം, പൂവാർ, അരൂക്കര ആൻഡ് കൊല്ലം. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കണം. വേറെ ഏതെങ്കിലും മാറ്റി വെക്കണം. ഡൗട്ട് ഉണ്ടോ? 40 സെക്കൻഡ് റിമൈനിങ്. അരൂക്കര സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം.